ഹായ് ഹലോ. അപ്പോളേ ഇന്ന് ചക്ക കൊണ്ട് ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കുകയാണ് കേട്ടോ. പഴുത്ത ചക്ക കൊണ്ട്. അപ്പോൾ അത് എന്താണ് നോക്കട്ടോ എല്ലാവരും വരി. അപ്പോൾ അതാ പഴുത്ത ചക്ക കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ കുറച്ച് പഴുത്ത ചക്ക അരിഞ്ഞ് വേവിച്ചിട്ട് വരകി നമ്മൾ ചക്കപ്പം ചുടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഴുത്ത ചക്ക അങ്ങനെ ചീന്തി എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ട്, കുഞ്ഞാണിയൊക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചീന്തി വെയിലത്ത് വെച്ച് നല്ല വൃത്തിയില്ല ഇതുപോലുള്ള ഷീറ്റിൽ. അപ്പോൾ ഉണങ്ങി ഒരു ദിവസത്തെ വെയിൽ കൊള്ളുമ്പോൾ അതിങ്ങനെ ഉണങ്ങി അതിന്മേൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് പറിച്ചെടുക്കുക. നല്ല വൃത്തിയില്ല ഷീറ്റിലോ മുറത്തിലോ അതുപോലെ ഡിഷിലോ ഒക്കെ വെച്ച് ഉണക്കി എടുക്കുക കേട്ടോ. 5-6 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടും. എന്നിട്ട് നമുക്കിതൊരു ടിന്നിലിട്ട് സൂക്ഷിക്കാം കേട്ടോ. പിന്നെ നമുക്ക് 4 മണി ചായക്കൊക്കെ കുറച്ച് എണ്ണയൊക്കെ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായിട്ട് അതിലിട്ട് ഇത് പൊരിച്ച് കോരി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കൊണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലെയുള്ള റെസിപ്പികളും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിസ്മി വ്ളോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. 4 മണി ചായക്ക് ഇങ്ങനെ അവർ കഴിക്കുമ്പോൾ അത് കാണാൻ നമുക്ക് ഇഷ്ടമാവും കേട്ടോ. അവർ കറുമുറു കറുമുറു എന്ന് പറഞ്ഞാൽ ചായൻ്റെ കൂട്ടത്തിൽ ഇതിങ്ങനെ കഴിക്കുമ്പോൾ നല്ലതായിരിക്കും. കുട്ടികൾക്ക് നല്ലതാണ് ഇത് കഴിക്കുന്നത് കേട്ടോ. യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ചക്കയിൽ. നല്ല ചക്കയാണ്, വീട്ടിലുണ്ടായ ചക്കയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റ.